ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പൊന്നൂസ് വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻസും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിൽ പോലും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 3K കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ വാച്ചിങ് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ടില്ല എന്നുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണത്താലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. നിങ്ങളെക്കൊണ്ടാവുന്ന പോലെ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് പോവുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ തുടങ്ങുക. ഉറപ്പായിട്ടും നിങ്ങൾക്കും വിജയത്തിലെത്താം. താമസിക്കേണ്ട, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുക. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് 2019-ലാണ്. എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ത് കണ്ടൻറ് ഇടണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എന്ത് കണ്ടൻറ് ഞാൻ ചെയ്യും, എല്ലാവരും എല്ലാ കണ്ടൻറ്റും ചെയ്യുന്നുണ്ട്, എനിക്ക് മാത്രം ഒരു കണ്ടൻറ് ഇല്ലല്ലോ എന്നൊക്കെയുള്ള ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തുടങ്ങി. പിന്നെ അതുപോലെ ലൈഫ് സ്റ്റൈൽ ചെയ്തു തുടങ്ങി. പിന്നെ വാട്ട് ഐ ഈറ്റിൻ്റെ അതൊക്കെ ചെയ്തു തുടങ്ങി. പിന്നെ വാട്ട്സ് മൈ ബാഗ് അത് ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ. ഇപ്പോഴും നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, വലിയ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ ആൾക്കാർ കൂടി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നിങ്ങൾ എന്തിലാണോ നിങ്ങൾക്ക് കഴിവുള്ളത് അത് വെച്ചിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് വിജയത്തിലെത്താം. പിന്നെ എല്ലാവരും യൂട്യൂബിൽ പറയുന്നുണ്ട് ഓരോ ദിവസം പിന്നെ 2-3 തവണ വീഡിയോ ഒക്കെ അങ്ങ് ഇടണം. പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മാത്രമല്ലല്ലോ യൂട്യൂബിലുള്ളത്, ഒത്തിരി ചാനലുണ്ട്, ഒരുപാട് ചാനലുകളുണ്ട്. അപ്പം ഇതെല്ലാം ആൾക്കാർക്ക് കാണാൻ വേണം. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും ചെല്ലും. അപ്പം നമ്മളിപ്പം ഒരു തവണ നമ്മളിപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ആ വീഡിയോ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ആ ദിവസം തന്നെ വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അവർക്ക് നോട്ടിഫിക്കേഷൻ ചെന്ന് കഴിയുമ്പം എന്തായാലും അവർ വിചാരിക്കും, ഇത് പഴയത് തന്നെയൊക്കെ ആയിരിക്കും, വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ലെന്ന് വിചാരിച്ച് അവർ നോക്കത്തില്ല. അപ്പോൾ കഴിവതും നിങ്ങൾ ഓരോ ദിവസം തന്നെ ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മനസ്സിലായോ? അപ്പം അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാതെ ഒരു ദിവസം കുറേ വീഡിയോ ഒന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഫ്രീക്വൻസ് ആയിട്ട്, അതായത് ഇന്നൊരു 4 മണിക്കാണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ നാളെയും നിങ്ങൾ 4 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. പിന്നെ ആഴ്ചയിൽ വീഡിയോ ചെയ്താലും ആഴ്ചയിൽ ഇപ്പം ഒരു നല്ലൊരു വീഡിയോ നമ്മൾ ഈ എത്ര ഒരുപാട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ കാര്യമില്ല. നല്ല ക്വാളിറ്റിയിൽ ഒരു വീഡിയോ ആണെങ്കിൽ കൂടിയും നല്ലതായിരിക്കും. അത് ആൾക്കാർ ഇഷ്ടപ്പെടും. അല്ലാതെ ഒരുപാട് നമുക്ക് വാച്ചിങ് അവേഴ്സ് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കാണത്തില്ല. നല്ലൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് ഒരാഴ്ച ആണെങ്കിലും ഒരു ദിവസമാണെങ്കിലും നമ്മളത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കുറേ വീഡിയോ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ ആ ഒരു കാര്യത്തിലേക്ക് യോജിപ്പില്ല കേട്ടോ. എല്ലാ ദിവസവും 5-6 വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കഴിവതും നിങ്ങൾ ഒരു വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. പിന്നെ കഴിവതും ഷോർട്സ് വീഡിയോയിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ നിങ്ങളൊരു വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഷോർട്സ് എടുക്കുക. ആ വീഡിയോയുടെ തന്നെ കുറച്ച് ദൈർഘ്യമുള്ളൊരു ചെറിയൊരു ഷോർട്സ് തയ്യാറാക്കിയിട്ട് ആ ഷോർട്സ് ഇട്ടതിന് ശേഷം റിലേറ്റഡ് വീഡിയോ എന്നുള്ളതിൻ്റെ അവിടെ നമ്മുടെ ഇതിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പം നമുക്ക് ഷോർട്സ് നല്ല ആകർഷകമായ ടൈറ്റിൽ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും അത് എന്താണെന്നുള്ളത് കയറി നോക്കാനുള്ള ആൾക്കാർക്ക് ഒരു ഉത്സാഹമൊക്കെ കാണും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതുവരെയും എനിക്കൊരു മൈക്കില്ല, നല്ലൊരു ഫോണില്ല. എൻ്റെ ഈ ഫോൺ വാങ്ങിച്ചിട്ട് ഒരു 5 വർഷത്തിൽ കൂടുതലായി. ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതെല്ലാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഫോണില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കരുത്. അതുപോലെ ഒരു മൈക്കില്ല എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ ഈ ഫോണ് വെച്ചിരിക്കുന്നത് എൻ്റെ തലേണയുടെ അവിടെയാണ് കേട്ടോ. കാരണം എനിക്കൊരു സ്റ്റാൻഡില്ല. അപ്പം നമ്മൾ അതായത് സാധനങ്ങൾ എന്താ പറയുക, നമ്മൾ ഒരു മനസ്സാണ് കാണിക്കേണ്ടത്. നമുക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു മനസ്സാണ് കാണിക്കേണ്ടത്. അത് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ തന്നെ ടച്ച് ചെയ്തപ്പോൾ എൻ്റെ ലൈറ്റ് പോയി.
മനസ്സിലായോ? അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വീഡിയോയുടെ ഒരു അവസ്ഥ. അപ്പം എന്തായാലും അത് മെച്ചപ്പെടുത്തും. എനിക്ക് ഇനിയും എൻ്റെ യൂട്യൂബ് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങളും എൻ്റെ കൂടെ കാണുക, നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക. നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ ലിങ്ക് എൻ്റെ ചാനലിൽ താഴെ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് ഞാനും നിങ്ങളുടെ ചാനലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.